ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അജീഷാണ് ഇടുക്കി ചില്ലീസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചെറിയ ഗ്രാമം കാണാൻ വേണ്ടി പോകുന്നത്. ഈ ഗ്രാമത്തിൽ ഒരുപാട് പ്രത്യേകതയുണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് രാജകുമാരിക്കടുത്താണ്, ഖജനാപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നാൽ ഫുൾ തമിഴ് ഗ്രാമമാണ്. തമിഴ്നാട് ബസ്, തമിഴ്നാട് സ്റ്റൈലിലുള്ള അമ്പലം, അതുപോലെ തമിഴ്നാട് സ്റ്റൈലിലുള്ള ഫുഡ്, ചായക്കടകൾ, അങ്ങനെയൊക്കെ ഒരുപാട് വ്യത്യസ്തതയുള്ള ഒരു ഗ്രാമമാണ്. അപ്പോൾ ആ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി നമുക്ക് യാത്ര അങ്ങോട്ട് തുടങ്ങിയാലോ? നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ പുതിയ ഈ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലീസ്. കൂടാതെ നമ്മുടെ ലാസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും കുഞ്ചിത്തണ്ണിയിൽ നിന്ന് ബൈസമ്മാലി കൂടി ഖജനാപ്പാറ വരെയുള്ള റോഡ് ട്രിപ്പായിരുന്നു നമ്മൾ നടത്തിയത്. നമ്മളങ്ങനെ ഖജനാപ്പാറ ഗ്രാമത്തിലേക്ക് അന്ന് എത്തി നിർത്തുകയായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു മനോഹര ഗ്രാമമാണ്. ശരിക്കും നമ്മുടെ രാജകുമാരിയിൽ നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ ഒക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും കേട്ടോ. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ ആളുകൾ തിങ്ങി പാർക്കില്ലേ, അതുപോലെ ഒരു കൊടും ഏലക്കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അധികം ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലം. രാവിലെ ഈ കോവിലിൽ നിന്ന് പാട്ടൊക്കെ കേട്ട് മുറ്റത്ത് കളമൊക്കെ വരച്ച് കിട്ടുന്ന ആ നല്ല ചായയെ കുടിക്കുന്ന ഒരു ഫീലില്ലേ, അതുപോലത്തെ ഒരു ഗ്രാമമാണ് നമ്മുടെ ഖജനാപ്പാറ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ ബസ് സർവീസ് വരെ ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ അത്രയേറെ പ്രത്യേകതയുള്ള ഒരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇന്ന് കിടക്കുന്നത്. അങ്ങനെ ഈ ഗ്രാമത്തിലേക്ക് നമുക്ക് പല സ്ഥലങ്ങളിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. രാജകുമാരിയിൽ നിന്ന് എത്തിച്ചേരാൻ പറ്റും, രാജക്കാടിൽ നിന്ന് എത്തിച്ചേരാൻ പറ്റും, NR സിറ്റിയിൽ നിന്ന് എത്തിച്ചേരാൻ പറ്റും, പിന്നെ ബൈസമ്മാലിയിൽ നിന്നും മുട്ടുകാട് നിന്നൊക്കെ നമുക്ക് ഇവിടെ എത്താൻ പറ്റും കേട്ടോ. നമ്മളിപ്പോൾ NR സിറ്റിയിൽ നിന്ന് വരുന്ന ഒരു കാഴ്ചയാണ്. അങ്ങനെ കടന്നു വരുമ്പോൾ ഖജനാപ്പാറയിലേക്ക് എത്തുന്ന ആ ഒരു റോഡിന്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. റോഡിന്റെ ഇരുവശവും നമുക്ക് ധാരാളം ബിൽഡിങ്ങുകൾ, കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഏകദേശം ഇപ്പം സെൻട്രൽ ജംഗ്ഷൻ അടുക്കാറായിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വെറൈറ്റി ഗ്രാമമാണ്. ഇപ്പം കൂടുതൽ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലൊക്കെ അങ്ങ് കടക്കാല്ലേ. ഈ ഖജനാപ്പാറ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കിയിലെ ഒരു തമിഴ് ഗ്രാമം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടുത്തെ അമ്പലവും കടകളും അതുപോലെ ഇവിടുത്തെ എഴുത്തും ഇവിടെയുള്ള ആളുകളും ഒക്കെ ശരിക്കും തമിഴ് സ്റ്റൈലിലാണ്. മാത്രമല്ല കമ്പത്തു നിന്നും തേനയിൽ നിന്നുമൊക്കെ ഇവിടെ തമിഴ്നാട് വണ്ടിയൊക്കെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതയുള്ള ഒരു ഗ്രാമം. നമ്മളങ്ങനെ ഖജനാപ്പാറ ഗ്രാമത്തിലേക്ക് കടന്നു വന്നപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു ചെറിയ വർക്ക്ഷോപ്പ്, അതിനോട് ചേർന്ന് തന്നെ കുറേ കടകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ വണ്ടിയുടെ നമ്പർ ഒന്ന് ശ്രദ്ധിച്ചോണേ, TN നമ്പർ. അതുപോലെ തന്നെ ഇവിടുത്തെ കെട്ടിടങ്ങളുടെ രീതിയും ഭാവമൊക്കെ കണ്ടോ, അടിപൊളിയല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഖജനാപ്പാറ ഗ്രാമത്തിന്റെ പ്രത്യേകത. നമ്മൾ ഈ കാണുന്ന വഴി മുട്ടുകാടിന് പോകാൻ പറ്റുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ ആ പോകുന്ന വഴിക്ക് എസ്റ്റേറ്റിന്റെ ഉള്ളിൽ കൂടെയൊക്കെ യാത്ര ചെയ്ത് പോകാൻ, അതുപോലെ തന്നെ ഈ ഗ്രാമത്തിലെ സ്കൂളും അതുപോലെ തന്നെ ഒരു കോവിലൊക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതെല്ലാം നമുക്ക് കാണണം. അപ്പം നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാല്ലേ. ഈ ഗ്രാമത്തിലെ തമിഴ് മീഡിയം സ്കൂളാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ആളുകൾ താമസിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഏലം സ്റ്റോറുമാണ്. പണ്ടത്തെ രീതിയിൽ വിറകൊക്കെ കത്തിച്ച് അങ്ങനെ ഉണ്ടാക്കുന്ന ഏല സ്റ്റോറുകളുണ്ട്. അതുകൂടാതെ പുതിയ ആധുനിക യൂത്തിലുള്ള ഏല സ്റ്റോറുകളുണ്ട് കേട്ടോ. അപ്പോൾ ഈ മേഖലയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ആ ഗ്രാമം വിട്ട് ഏതാണ്ട് ഒരു ചെറിയ കുറേ ആളുകളൊക്കെ താമസിക്കുന്ന മേഖലയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൂളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ഗ്രാമത്തിലെ തമിഴ് മീഡിയം സ്കൂളിൻ്റെ അകത്തേക്കാണ് നമ്മൾ കയറുന്നത്. ഇതാണ് ഈ കാണുന്ന ബിൽഡിങ്ങാണ് സ്കൂൾ കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് HS ഖജനാപ്പാറ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്കൂളാണ് കേട്ടോ. അപ്പം 1994 സ്ഥാപിച്ചിരിക്കുന്ന സ്കൂളാണെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്താണെങ്കിലും ഈ സ്കൂൾ അടച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് കയറാം. കുട്ടികളൊക്കെ ഇപ്പം നിലവിൽ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും കേട്ടോ. എത്ര കുട്ടികൾ ഇവിടെ പഠിക്കണമെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പം ഏകദേശം 130ഓളം കുട്ടികളാണ് ഈ തമിഴ് മീഡിയത്തിൽ ഇവിടെ പഠിക്കണമെന്നാണ് നമുക്ക് ഇവിടുത്തെ അധ്യാപകരോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. സ്കൂളിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ കോവിലുകളുണ്ട്. അപ്പം നമുക്ക് എന്താണെങ്കിലും അവിടം വരെ നമുക്കൊന്ന് പോയിട്ട് വരാം കേട്ടോ. അപ്പം കോവിലേക്ക് പോകുന്ന ഒരു വഴിയാണ്, ഈ സ്കൂളിൻ്റെ സൈഡിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ കുറേ ആളുകൾ താമസിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഖജനാപ്പാറ ഗ്രാമത്തിലെ വിശേഷങ്ങൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെയുള്ള കോവിലുകളും അമ്പലങ്ങളും അതുപോലെ തന്നെ ഒരു രീതിയാണ് നമുക്കിവിടെ ഫുള്ള് കാണാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കോവിലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. കറക്റ്റ് നോക്കി നിങ്ങളൊരു തമിഴ്നാട്ടിൽ ചെല്ലണ പോലത്തെ ഒരു ഫീൽ കിട്ടില്ല. ആ പെയിൻറ്റിങ്, ആ കോവിലിൻ്റെ ഉള്ളിലെ വർക്കുകൾ എല്ലാം അതുപോലെ തന്നെയല്ലേ. അപ്പോൾ അതൊക്കെയാണ് നമുക്കിതിൻ്റെ ഇവിടുത്തെ ഒരു വിശേഷങ്ങൾ കേട്ടോ.
ബിൽഡിങ്ങിൽ ഒട്ടിച്ചിരിക്കുന്ന പോസ്റ്റർ ഉണ്ടോ, ആ പോസ്റ്റർ വരെ തമിഴിലാണ്. തമിഴ് മാത്രമല്ല മലയാളത്തിലും ഉണ്ട് കേട്ടോ. അപ്പോൾ അതെ അവിടെ എഴുതിയേക്കണത് ഈ വണ്ടി കേട്ടോ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ വെറൈറ്റി കാഴ്ചകളുള്ള ഒരു ഗ്രാമമാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഖജനാപ്പാറ എന്ന് പറയുന്നത്. ശരിക്കും ഏലത്തിന് നല്ല വിളവ് കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അങ്ങനെ ഏലത്തോട്ടത്തിലെ പണിക്കും അതുപോലെ തോട്ടമൊക്കെ ആയിട്ട് കയറി വന്നിരിക്കുന്ന അങ്ങനെയുള്ള തലമുറകൾ കൈമാറി താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ വീടിൻ്റെ മുറ്റത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോടെ കണ്ടോ, താഴെ ഇങ്ങനെ തമിഴ്നാട്ടിലെ പോലെ കോലമൊക്കെ വരച്ചിട്ടേക്കുവാണ്. അപ്പം അങ്ങനെ ഒരു ഗ്രാമം നമ്മുടെ ഇടുക്കിയിൽ, അത് നമ്മുടെ രാജകുമാരി പഞ്ചായത്തിൽ. ഇതൊക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകളുള്ള ഒരു ഗ്രാമമാണ് നമ്മുടെ ഖജനാപ്പാറ കേട്ടോ. അണ്ണാ പേരെന്താണ്? ബാലമുരുകൻ. എത്ര വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? 50 വർഷം. അതിനു മുമ്പ് അതല്ലേ. ഈ ഖജനാപ്പാറയ്ക്ക് എത്ര വർഷത്തെ പഴക്കമുണ്ടാവും? ഒരു 150 വർഷം പഴക്കമുണ്ട്. തോട്ടം മേഖലയായിട്ട് വന്നതാണല്ലേ. കൂടുതലും തമിഴ് വംശജരാണോ അവിടെ? അതല്ലേ. എത്ര ബസ് തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്? ഒരു ബസ് 3 ട്രിപ്പ്. രണ്ട് ബസ്? ഒരു ബസ് അടിമാലി, അത് ഫാസ്റ്റ്. ഒരു ബസ് തമിഴ്നാട് ബസ്. തമിഴ്നാട് ബസ്. എത്ര ട്രിപ്പ്? 3 ട്രിപ്പ്. ഇനി ഇപ്പോഴാണ് നമ്മൾ ഖജനാപ്പാറ സെൻട്രൽ ജംഗ്ഷനിലേക്ക് എത്തിയത്. ഇവിടെ കുറേ അണ്ണന്മാരൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ കുറേ അണ്ണന്മാർ തോട്ടത്തിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. നമ്മൾ ഈ ഗ്രാമത്തിന്റെ സെൻട്രൽ ഭാഗത്തേക്കാണ് വീണ്ടും കടന്നു വന്നിരിക്കുന്നത്. ഏകദേശം 4-5 തലമുറകളായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഏലത്തോട്ടത്തിലേക്ക് ജോലിക്ക് വന്നിരിക്കുന്ന ആളുകളുടെ പിൻതലമുറക്കാരാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. എന്നാലും അവരുടെ ആ ഒരു കൾച്ചർ ഒന്നും ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. ആ തമിഴ്നാട് സ്റ്റൈലിലുള്ള ഫുഡും ചായക്കടകളും അതുപോലെ തന്നെ ബസ്സും അതുപോലെ തന്നെ വീടുകളുടെ രീതിയൊക്കെ നമുക്ക് ഈ ഗ്രാമത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. ശരിക്കും ഈ ഖജനാപ്പാറ ഗ്രാമത്തിൽ ഇപ്പോൾ നിലവിലെ ഈവനിങ് ടൈമാണ്. അതുകൊണ്ട് തന്നെ തോട്ടം മേഖലയിലൊക്കെ പോയിട്ട് ആളുകൾ ഈ ഗ്രാമത്തിലേക്ക് വന്ന് ചായയൊക്കെ കുടിച്ചിരുന്ന വർത്താനം പറയുന്ന മനോഹരമായ ഒരു കാഴ്ച കൂടി നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പൂപ്പാറയ്ക്കും അതുപോലെ രാജകുമാരിക്കും NRCTക്കും രാജക്കാടിനും ബൈസന്മാരിക്കും കുഞ്ചിന്തള്ളിക്കൊക്കെ ഈ ഗ്രാമത്തിലൂടെ തിരിഞ്ഞു പോകാൻ പറ്റും. നമ്മൾ ഈ കാണുന്നത് രാജകുമാരിക്ക് പോകുന്ന വഴിയാണ്. അണ്ണാ രാജകുമാരിക്ക് എത്ര കിലോമീറ്ററാ? രാജകുമാരി എത്ര കിലോമീറ്ററാ? 3 കിലോമീറ്റർ ഉള്ളൂ അല്ലേ? 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. എല്ലാവരും ഖജനാപ്പാറക്കാരാണ്. ശരി, അതൊക്കെ. അപ്പം രാജകുമാരിക്ക് 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം നിങ്ങൾക്കൊക്കെ അറിയാമായിരുന്നോ? ഇങ്ങനെ നമ്മുടെ ഇടുക്കിയിൽ ഇങ്ങനെ തമിഴ് ഗ്രാമം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരുന്നോ? ഏകദേശം അവിടെ കൊണ്ട് ഈ ഗ്രാമം കൊണ്ട് തീരുകയാണ് കേട്ടോ. അതാണ് ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത. മനോഹരമായൊരു വീട് കണ്ടോ. ശരിക്കും ഖജനാപ്പാറ ഗ്രാമത്തിൻ്റെ ഉള്ളിലുള്ള മനോഹരമായൊരു വീട്. അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ ആ കാണുന്ന ടെമ്പിൾ കേട്ടോ. ഖജനാപ്പാറയുടെ ഒരു സെൻട്രൽ ജംഗ്ഷനിലെ കാഴ്ചകൾ ഇതാണ് കേട്ടോ. ശരിക്കും നമ്മൾ വലിയൊരു ടൗണിൽ ചെന്ന പോലെ അല്ലേ. ഇവിടെ നമുക്ക് നല്ലൊരു ടീ ഷോപ്പുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പൊറോട്ടയൊക്കെ കിട്ടുന്നത്. ഇവിടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുണ്ട്. ഈ കാണുന്ന വഴിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈസന്മാരിക്ക് കടന്നു പോകുന്ന വഴിയാണ് ഇത്. ഏതാണ്ട് ഒരു 8 കിലോമീറ്ററൊക്കെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ബൈസന്മാരിക്ക് പോകാൻ വേണ്ടി. അപ്പം ഇതൊക്കെയാണ് ഖജനാപ്പാറയുടെ വിശേഷം. അണ്ണാ പേരൊന്ന് പറഞ്ഞാ? പാണ്ഡ്യൻ. പാണ്ഡ്യൻ. ഈ ഖജനാപ്പാറ എന്ന പേര് വരാൻ കാരണം അറിയാവോ? ഖജനാപ്പാറ എന്ന് പറയുന്നത് ഇവിടെ ഭീമൻകൾ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അതിന്റെ അടിയിൽ ഖജന, അത് സ്വർണങ്ങളൊക്കെ കൊണ്ടുവന്ന് ആദ്യം ഉള്ളവർ പറയുന്നത് വെച്ച് ഇവിടെ ഖജനാപ്പാറ പേര്. നല്ല കിടിലം വടയാട്ടോ. ഓർമ്മ കഴിച്ചു, ഓർമ്മകൾ മേടിച്ചു. പക്ഷെ ചെറുതാണ്. ചായക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളും ഒരു ചായയും നല്ല ഒരു വടയൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഖജനാപ്പാറയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഹായ് നമസ്കാരം. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ഒരാളെ കണ്ടു കിട്ടിയിട്ടുണ്ട് കേട്ടോ. പേരൊന്ന് പറഞ്ഞേ? ഹരിഹരം. താങ്ക് യു. ഖജനാപ്പാറക്കാരനാണോ? ഞാൻ ആദ്യം പറഞ്ഞില്ലേ തമിഴ്നാട്ടിൽ നിന്ന് ബസ് സർവീസ് ഇവിടെ ഉണ്ടെന്ന. ഒരു ബസ് കാണിക്കാതെ എങ്ങനെ പോണേല്ലേ. ഇത് ശരിക്കും നമ്മുടെ കമ്പം തേനി ബോഡിമെട്ട് വഴി പൂപ്പാറ എത്തിയിട്ട് ഖജനാപ്പാറയിലേക്ക് വരുന്ന ബസ് സർവീസാണ്. ഇങ്ങനെ 3-4 സർവീസ് ഈ ഖജനാപ്പാറ അതുപോലെ തമിഴ്നാടുമായിട്ടുണ്ട് കേട്ടോ.
ഗ്രാമത്തിൽ നിന്ന് നമ്മൾ ഈ സന്ധ്യ വൈകുന്ന സമയത്ത് വിട പറയുകയാണ്. നമ്മുടെ ഈ കൊച്ചു ചാനൽ ഇഷ്ടപ്പെട്ടവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡ് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.